കരയേ. മോൻ എടുക്കണല്ലേ? അമ്മമ്മ എടുക്ക. അമ്മ പാല് തരാം. ആൺകുട്ടികൾക്ക് ദുശ്ശാഠ്യം കൂടും. നേദ്യം കഴിഞ്ഞിട്ടില്ല, കുറച്ച് നിൽക്കൂ, കഴിച്ചിട്ട് പോവാം. കണ്ണും വല്ലതും കഴിച്ചോ? കൊഴുക്കട്ടി ഉണ്ടാക്കി കൊടുത്തു, 1-2 എണ്ണം ഞാനും കഴിച്ചു, അത് മതി. നേദ്യച്ചോറുണ്ടിട്ട് പോയാ പോരെ? താമസിക്കും, നേരെ ഒരുപാടായി. ഉച്ചയ്ക്ക് വരുമോ? ഇല്ല, ഞാൻ അവിടെ കുട്ടികൾക്കുണ്ടാക്കുന്ന ഉപ്പുമാവ് കഴിച്ചോളാം. കണ്ണും കാണാതെ എങ്ങനെയാ പോവെന്ന എന്റെ ആലോചന. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ. നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ളൊരു മുത്തശ്ശിയെ പോലെ ഉള്ളൊരു മുത്തശ്ശിയുടെ കഥയാണ് ഈ പാട്ടിൽ പറയുന്നത്. ഈ മുത്തശ്ശി സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ മുത്തശ്ശി കഥ പറയാറില്ലേ? മുത്തശ്ശീന്ന് എങ്ങനെയാ എഴുതുക? മുത്തശ്ശി. നന്നായിരുന്നു. ഞാൻ പുറത്തു നിന്ന് ശ്രദ്ധിച്ചു. വിഷമിക്കണ്ട, 1-2 ദിവസം കൂടി കഴിയുമ്പോൾ ശരിയാവും. കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ലെന്നൊരു തോന്നല്, അതാ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോണത്. മനസ്സിലാവാത്തോണ്ടാണോന്ന സംശയം. അത് കാര്യമാക്കണ്ട. കുറച്ച് തിരിച്ചറിവുള്ള കുട്ടികളാവട്ടെ എന്ന് കരുതിയ ടീച്ചർ ഞാൻ 4ാം ക്ലാസ്സിൽ വിട്ടത്. 1ാം ക്ലാസ്സുകാരാവുമ്പം വലിയ പ്രയാസമായിരിക്കും. ഇവരെ ഒന്ന് വിരട്ടി നിർത്തിയാൽ മതി. വിളമ്പാറായോ? വരൂ, കുട്ടികൾക്ക് ആഹാരം കൊടുക്കാം. ഉപ്പുമാവും പാലുമാ പറഞ്ഞിരിക്കുന്നു. അതിന് പാലെവിടെ കിട്ടാനാ? അതുകൊണ്ട് ഉപ്പുമാവും പച്ചവെള്ളവും കൊടുക്കും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ആൾക്കാരാ. അവിടവുമായി കണ്ണനൊന്ന് ഇണങ്ങാനുണ്ട്. നശിച്ച സ്ഥലം. എങ്ങനെയെങ്കിലും ഇക്കൊല്ലം കൂടി ഒന്ന് കഴിക്കണം. സാറിന് മാറ്റാണോ? നാട്ടിലേക്ക് തന്നെ മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടാ താമസം. ഇക്കൊല്ലം അവിടുത്തെ എച്ചം പിരിയും. അപ്പൊ പിന്നെ എച്ചമായി തന്നെ ജോയിൻ ചെയ്യാമല്ലോ. ഇവിടുത്തെ സർവീസ് ഒരു ക്ലെയിമും ആവും. ഭാര്യയ്ക്ക് നാട്ടിലാ ജോലി, സഹകരണ ബാങ്കിലെ. ടീച്ചർക്ക് PSC ഒന്നും ആയില്ലേ? ലിസ്റ്റായിട്ട് 2-3 കൊല്ലായി. ഇനി കാലാവധി കഴിഞ്ഞു കേൾക്കാം. ഇതൊക്കെ ഒരു ഭാഗ്യമാ. ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. ഒരു ഓലപ്പുരയിലാ ജനിച്ചത്. വിശന്ന് വിശന്ന് പൊരിയും. എത്ര പേരാണെന്നോ? ചക്രക്കുഴിയിൽ മീൻ പിടിച്ചും കണ്ടത്തിൽ വിതച്ച വിത്ത് കാക്കയും കോഴിയും കൊണ്ടുപോകാതെ നോക്കിയും പകല് കഴിക്കും. ഇടയ്ക്ക് സ്കൂളിലും പോവും. പോകാൻ ആരും പറയില്ല. എന്തെങ്കിലും പറഞ്ഞു തരാനും ആരുമില്ല. എങ്ങനെയോ പഠിച്ചു. 10ാം ക്ലാസ്സിൽ ക്ലാസ്സോടുകൂടി പാസ്സായി. അപ്പോഴാ ഞാൻ പഠിച്ചു എന്ന് എന്നെ പലരും അറിയുന്നു. അന്ന് മാർക്ക് കിട്ടിയ പ്രയോജനം ഉണ്ടായിരുന്നു. ഇന്നോ? ടീച്ചറുടെ കാര്യം തന്നെ നോക്ക്. ഇത്രയും മാർക്ക് കിട്ടിയിട്ട് എന്താ? എന്തു പറ്റി? കുറുമ്പേ, ടീച്ചർക്ക് വാഴത്തിൽ വെള്ളം കൊടുക്കും. വന്നു. ഗോതമ്പൊന്നും കഴിച്ച് ശീലം ഉണ്ടാവില്ല, അതാ. കുട്ടി വലിയ ചാടിയായിരുന്നു. ഒരേ കരച്ചില്. പിന്നെ കുറെ നേരം കിടന്നുറങ്ങി. ഇപ്പൊ 2 പേരും കൂടി സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ പോയിരിക്കുക. താണ ജാതിക്കാരൊക്കെ തീണ്ടി ഉണ്ടാവില്ലേ? മുങ്ങി കുളിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി. എനിക്കിതൊക്കെ നിർബന്ധ.
ആരാ? വാതില് തുറക്ക്. ആഹാ, ചന്ദ്രേട്ടനോ? ഇത്ര താമസിച്ചപ്പോ ഇന്നിനി വരില്ലാന്ന് കരുതി. നേരത്തെ ഇങ്ങ് എത്താൻ വേണ്ടി 2 മണിക്ക് മുമ്പേ ഇറങ്ങിയതാ. വണ്ടി കിട്ടണ്ടേ, കാത്തു നിന്ന് വലഞ്ഞു. കണ്ണനെവിടെ? അമ്പലത്തിൽ നിന്ന് എത്തിയില്ല. നീ ആ തോർത്തിങ്ങെടുക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഉം. ഒന്ന് നിർത്താൻ. രാവിലെ എഴുതാന്നേ, നാളെ ഞായറാഴ്ചയില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെക്കാതെ അടങ്ങില്ല അല്ലേ? ഒന്ന് വരാൻ. ധൃതി വെക്കാതെ ഞാനിതൊന്ന് എടുത്തു വെക്കട്ടെ. പാടോ. കണ്ണൻ ഇറങ്ങില്ലേ? എന്റെ കൂടെ കിടത്തിക്കോളാം. വേണ്ട, രാധ കിടന്നോളൂ. ഉച്ചപൂജയ്ക്ക് മുമ്പ് ഇങ്ങെത്താം. കണ്ണന്റെ അമ്മയ്ക്ക് സ്കൂളിൽ പോകാറായി. സദാസമയവും എന്റെ കൃഷ്ണാന്നും പറഞ്ഞ് അമ്പലത്തിൽ കിടന്ന കുട്ടിയാ. അതിന്റെ കുറ്റാണോ? കുട്ടികളില്ലാത്ത ദുഃഖം കാണില്ലേ? പാവം, ഒരു സംബന്ധവും തരാവുന്നില്ല. പെൺകുട്ടികൾക്ക് ഇതൊരു യോഗ. ഒക്കെ ഭംഗിയായിട്ട് നടന്നേനെ ഇവിടെ മൂത്ത ആ ചെറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ. അതിനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചില്ലേ? ഇനിയിപ്പോ ആരാ? നന്ദിനി അവിടെ കുളത്തിലാ കുളിക്കുക? അല്ല, പുഴയിലാ. വേനലാവുമ്പോ നേർക്കും. ഇവിടുത്തെ വെള്ളത്തിന് തണുപ്പ് കൂടുതലല്ലേ? ആവോ, ദിവസം 2 നേരം എന്റെ കുളി ഇതില. അതുകൊണ്ടൊന്നും തോന്നണില്ല. ബാഹുബലി ഇവിടെയാ നടക്കാറ്. നിറച്ച ആൾക്കാർ വരും. ബലി ഇടിയിക്കണവരുണ്ടോ ഇവിടെ? എന്താ? അച്ഛന്റെ ബലി വരാറായി. വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. അവധി എടുത്ത ശമ്പളവും കുറയും. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇടായിരുന്നു. ഞാനത് മുടക്കാറില്ല. ഞാൻ മതിയോ? അച്ഛൻ പേരുകേട്ട കാർമികനായിരുന്നു. കുറെയൊക്കെ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ആള് മോശമല്ലല്ലോ.